സംസ്ഥാന ബഡ്ജറ്റിൽ റബ്ബർ കർഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് അത് റബ്ബറിന്റെ താങ്ങുവില എത്ര രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു. എന്തായാലും 170 നിന്ന് 180 10 രൂപയുടെ വർധന താങ്ങുവിലയിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ പാമ്പാടിയിലുള്ള ഒരു റബ്ബർ കടയ്ക്ക് മുന്നിലാണ്. ഇവിടെ നമുക്കിപ്പം കുറച്ച് റബ്ബർ കർഷകരും ചേരുന്നു. എന്തായാലും ചേട്ടാ, ഈ 10 രൂപ കൊണ്ട് ലാഭമാവോ? യാതൊരു പ്രയോജനമില്ല. 10 രൂപയല്ലേ കൂട്ടിയിട്ടുള്ളൂ. ഒരു 200 രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയോജനം ഉണ്ടായേനെ. ഇനി 5 രൂപയും കൂടെ കൂടുകയാണെങ്കിൽ 80 സബ്സിഡി നിന്നു. ഒരു പ്രയോജനമില്ല. 200 രൂപയെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ 8 രൂപയും കൂടുതലല്ലേ. പിണറായി സർക്കാർ വന്ന സമയത്ത് വാഗ്ദാനം പറയുന്നത് 250 രൂപ താങ്ങുവിലാക്കുമെന്നാണ് പറഞ്ഞു. സർക്കാർ അങ്ങനെ വാഗ്ദാനങ്ങൾ പലതും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സാധാരണക്കാരുടെയും കൂലിവേലക്കാരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ യാതൊരു ആനുകൂല്യത്തിനും സർക്കാർ ഒന്നും തന്നെ ബഡ്ജറ്റിലുമില്ല, ഒരു പ്രവൃത്തിയിലില്ല. കുറഞ്ഞത് ഒരു 200 രൂപയെങ്കിലും നമുക്ക് ലഭ്യമായെങ്കിൽ മാത്രമേ ഈ റബ്ബർ കൃഷി കൊണ്ട് കർഷകർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മറ്റ് കൃഷിയിലേക്കോ വേറെ കാര്യങ്ങളിലേക്കോ കർഷകർക്ക് പോകേണ്ട ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയാനുള്ളത്. സംസ്ഥാന ബഡ്ജറ്റിലൂടെ കേരളത്തിലെ റബ്ബർ കർഷകരെ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ 250 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ഈ റബ്ബറിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താ? വിലസ്ഥിരതയില്ല. ഇപ്പോൾ ഒരു താൽക്കാലിക വില വർധനമുണ്ട്. നമ്മൾ മഴക്കാലമാകുമ്പോൾ വെട്ട് തുടങ്ങുമ്പോഴത്തേനും ആ വില വീണ്ടും താഴോട്ട് പോവുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഈ നടപടി വരും കാലങ്ങളിൽ കേരളത്തിലെ റബ്ബർ കർഷകർ ശക്തമായ തിരിച്ചടി നൽകും. കേവലം 10 രൂപ കൂട്ടിയത് കൊണ്ട് ഈ കർഷകർ റബ്ബർ മേഖലയിൽ ഉണ്ടാകുന്ന നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. കുറഞ്ഞത് 210 രൂപയെങ്കിലും ആക്കിയാൽ മാത്രമേ നിലവിലെ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് ഈ കർഷകരെല്ലാം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.